പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായിട്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കേരളത്തിലെ ശക്തി പ്രാപിച്ചുകൊണ്ടേക്കുന്നത്. അപ്പോൾ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും നേരവകാശികളായി കേരളത്തിൽ ഇടതുപെട്ട പ്രസ്ഥാനം പ്രത്യേകിച്ച് CPIM ആണ് വളരെ ഫലപ്രദമായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന പ്രസ്ഥാനം രൂപത്തിൽ വളർത്തിയെടുത്തത്. അതിപ്പോഴും തുടരുകയാണ്. അതിലിപ്പോൾ ശബരിമല ഏതെങ്കിലും പ്രശ്നം മാത്രമല്ല കാര്യം. ഞങ്ങൾക്ക് ഇതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. സംശയമുള്ളവർ അതുപോലെ തന്നെ ഈ അങ്കലാപ്പാകുന്നവർ നമ്മളല്ല, അതൊക്കെ വേറെ വിഭാഗങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമല പ്രശ്നത്തിൽ അന്നും ഇന്നും ഒരേ നിലപാടാണ്. ശബരിമല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ ഇന്ന് നിലവിലുള്ള സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ചാണ് എവിടെയും പ്രവർത്തിക്കുന്നത് പോലെ അവിടെയും പ്രവർത്തിക്കേണ്ടത്. ആ പ്രവർത്തനം നടത്തണമെന്ന് മാത്രമാണ് അന്നും പറഞ്ഞത്. എനിക്കും പറയാൻ പോകുന്നത് ഇനി സുപ്രീം കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് ആവശ്യമായ ചർച്ച നടത്തി നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ കഴിയും. അതിന് വേറെ അന്തരാത്തിന്റെ പ്രശ്നമില്ല. പോലീസ് സംരക്ഷണയിലാണ് യുവതികളെ കയറ്റിയത് പോലുള്ള ആരോപണങ്ങളാണ് ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ 2 കൊല്ലമായിട്ട് അവിടെ പ്രശ്നമില്ല. ശബരിമല പ്രശ്നം തീർത്ഥാടനം ശരിയായി കൈകാര്യം യുവതികളെ കയറ്റിയിട്ടുമില്ല. നമ്മുടെ ഇപ്പൊ യുവതികളെ കയറ്റണമെന്ന് ആരും തീരുമാനിച്ചിട്ടുണ്ടോ? വല്ല യുവതികൾക്ക് ആർക്കെങ്കിലും കയറാൻ താല്പര്യമൊന്നുമില്ല. അവിടെ ഒരു യുവതി 2 കൊല്ലം മുതൽ കൊന്നിട്ടില്ല, പോയിട്ടില്ല. അപ്പൊ വലുതാ പ്രശ്നം. തുടർ ഭരണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടിയും എല്ലാം ഉദ്ദേശിക്കുന്നത്. ഭരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് നന്നാവാനുള്ളതല്ല, ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാനുള്ളതാണ്. ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ ജനങ്ങളെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള കാതലായ പ്രശ്നം. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം. ഇതാണ്. അതായത് പശ്ചാത്തല സൗകര്യം വികസിക്കുക. അപ്പോൾ റോഡ്, പാലം, മേൽപ്പാലങ്ങൾ, അതുപോലെ തന്നെ റെയിൽവേ സൗകര്യങ്ങൾ, ബസ്സിന്റെ സൗകര്യങ്ങൾ, മറ്റ് ഗതാഗത സൗകര്യങ്ങളാകെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജലമാർഗം ഉപയോഗിച്ചുകൊണ്ട് പോകാനുള്ള കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ആയി വരികയാണ്. അപ്പോൾ അതൊക്കെ വന്ന് മുമ്പോട്ടേക്ക് വരുമ്പോഴും ഞങ്ങൾ കാണുന്നത് പശ്ചാത്തല സൗകര്യ വികസനം എന്ന് പറയുന്നത് പൊതുവേ ഈ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ജീവിതത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ മെച്ചപ്പെടുത്തുമ്പോൾ എവിടെയാണ് പരിശോധിക്കേണ്ടത്? ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന പട്ടികജാതി, പട്ടികവർഗം, മുന്നോക്ക സമുദായത്തിലെ പിന്നോക്ക വിഭാഗം, ഇവരാണല്ലോ വലിയ വിഭാഗം. ഈ ജനവിഭാഗങ്ങളുടെ ജീവിതം എങ്ങനെ, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ഗുണമേന്മയുള്ള ജീവിതം നയിക്കാനാവുന്നുണ്ടോ, ഇതാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ താഴെ തലത്തിലുള്ള ജനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിലും പാവപ്പെട്ടവർ നമ്മൾ പറയുന്ന എല്ലാവർക്കും ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഇല്ല, പോലെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഗുണമേന്മ എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നും ഭക്ഷണമാണ്. ഇപ്പോൾ കേരളത്തിൽ ഭക്ഷണത്തെ സംബന്ധിച്ച് പ്രശ്നമില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ പോലും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സൗജന്യമേള കൊടുത്തിട്ടുണ്ട്, കിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് പാർപ്പിടാണ്. അതാണ് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് 2.5 ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ കൊടുക്കുക. ഇനിയും കൊടുക്കാൻ കഴിയും, കുറച്ചുകൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ പാർപ്പിട പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയും. മൂന്നാമത്തെ കാര്യം ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെയുള്ള വസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതിവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകോത്തരമാണ് എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അമേരിക്കയോട് കളപിടിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കൊറോണ വൈറസിന്റെ പ്രതിരോധം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഗുണമേന്മയുള്ള ചികിത്സയും നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഏതാണ്ട് 4.5 ലക്ഷം ആളുകൾ ഒരു ചികിത്സയില്ലാണ്ട് മരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞിട്ട് അവരാണ് 85% മരിച്ചു പോയത്. കേരളത്തിൽ 100 വയസ്സ് കഴിഞ്ഞവരും രക്ഷപ്പെട്ടു വരുന്ന സ്ഥിതി കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അനുബന്ധ രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്നുള്ളത്. അതാണ് ഈ മരണനിരക്ക് 3.35% എത്തിക്കാൻ നമുക്ക് സാധിച്ചു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇനിയും വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അതിന് അവരുടെ കയ്യിൽ പണം എത്തിക്കുക, അവർക്ക് ജോലി കൊടുക്കുക, അവർക്ക് എല്ലാവിധ പശ്ചാത്തല സൗകര്യവും ഒരുക്കി കൊടുക്കുക. ഇതൊക്കെയാണ് കേരളത്തിൽ ചെയ്യാനുള്ളത്. അത് ചെയ്തുകൊണ്ട് വേണം ഭരണം മുന്നോട്ടേക്ക് പോകാൻ. അങ്ങനെയൊന്നും ചെയ്യാതെ മുന്നോട്ടേക്ക് പോയാൽ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് ഒരു 2 2 3
പാർട്ടിക്കകത്തും വരും, അതൊക്കെ വരും. അതല്ല കേരളത്തിലെ വികസന നിലപാട്, വികസന സന്ദർഭമല്ല. ഞങ്ങൾ ഇതാണ് അടിസ്ഥാനമായി കാണുന്നത്. അതുകൊണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്നുള്ളത് തിരിധാരണ ഉണ്ടാവില്ല. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഗ്രീൻ ആർമി എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിലോ കാർഷിക മേഖലയിൽ അധ്വാന ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ കൃഷി ഇപ്പോഴും ഒരു പരിധിവരെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇനിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഫലപ്രദമായിട്ട് തരിശായ ഭൂമി മുഴുവൻ നെൽകൃഷി ചെയ്യുക, മറ്റു ഭൂമിയിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷി സ്വയം സമ്പൂർണമായ അർത്ഥത്തിൽ ഈ കേരളത്തിന് ആവശ്യമുള്ള ഭക്ഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട പച്ചക്കറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. ഈ നെല്ല് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കേരളത്തിന് ആവശ്യമുള്ളത്ര ഉൽപ്പാദിപ്പിക്കാനൊന്നും സാധിക്കുന്നതല്ല. പക്ഷെ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് കേരളത്തിന് ആവശ്യമുള്ള കർണാടകത്തെയും ആന്ധ്രാപ്രദേശിനെയും തമിഴ്നാടിനെയും ആശ്രയിക്കേണ്ടുന്ന സ്ഥിതി വരുന്നില്ല. വരാതെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ കാർഷിക മേഖലയിൽ അധ്വാന ശക്തികളുടെ നല്ല രീതിയിലുള്ള വിനിയോഗത്തിനുള്ള സാധ്യത കൂടി വരികയാണ് ചെയ്യുക. അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. തീരെ സ്വാധീനിക്കുന്നില്ല. കാരണം തീർച്ചയായും ഒരു മൂന്നാം മുന്നണിയെന്നോ ഇനിയേത് മുന്നണിയെന്നോ പറഞ്ഞാലും ബി ജെ പിക്ക് ഒറ്റക്കല്ല, ബി ജെ പിക്ക് ഒറ്റക്ക് 12% വോട്ട് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ തന്നെ 12% വോട്ട് ബി ജെ പിക്ക് കിട്ടിയ സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഇപ്പോൾ അവർ 15% തന്നെയേ ഉള്ളൂ. അതിൽ BDJS ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം NDA ആയിട്ടാണ്. അപ്പോൾ അവർ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ വികസിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വളർന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് മാധ്യമങ്ങളുടെ ഒരു പ്രചാരവേദിയാണ് അടിസ്ഥാനപരമായിട്ട്. അല്ലാണ്ട് അവർക്ക് അങ്ങനെ ഒരു വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് അവർ വളർച്ച കാണാൻ പറ്റുന്നില്ല. അല്ല, പ്രത്യക്ഷത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. 12% വോട്ട് വാജ്പേയി ഇവിടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭരിച്ചപ്പോൾ അന്ന് ഇവിടെ BJPക്ക് ഉണ്ട്. അന്ന് BJPയോടൊപ്പം കാര്യമായ ഒരു മുന്നണിയില്ല. ഈ തെരഞ്ഞെടുപ്പിലും അത്ര തന്നെ ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പാണ്. ഈ പ്രാവശ്യം 16% തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ 3% വോട്ടെങ്കിലും BDJS ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് BJPയുടെ സ്വാധീനം ഒന്നിച്ച് പാട്ടുകാരെന്നൊന്നുമില്ല കാര്യമില്ല. നടത്തിയപ്പോൾ എന്തായിരുന്നു നിലപാട്, ഇപ്പോഴെന്താ നിലപാട്, എല്ലാ കാലത്തും ഒരേ നിലപാടില്ല. അതായത് വയലുകൾ നികത്തി പോവുക എന്നതിനോട് നമുക്ക് യോജിപ്പിക്കാം. എന്നാൽ ഇതുപോലെ നാഷണൽ ഹൈവേ പോലുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഈ പദ്ധതി മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനിടയിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ചെറിയ ചില പ്രദേശങ്ങളെ സ്വാഭാവികമായിട്ട് ഇത് ബാധിക്കും. ആ ബാധിക്കുന്നതിനെ ആവശ്യമായ രീതിയിൽ സംരക്ഷണത്തോടു, വയലിന്റെ സംരക്ഷണത്തോടു കൂടി അത് ഉപയോഗിക്കാൻ മാത്രമേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. അതാണ് നമ്മൾ ആദ്യം എടുത്തത്. അത് തന്നെ ഇപ്പോൾ ഉള്ളൂ. സമരം എന്തായാലും തീർന്നു. അതിനൊന്നും നിലനിൽക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സമരത്തിനൊന്നുമല്ല. അവർക്കെല്ലാം വലിയ ആനുകൂല്യം കിട്ടി, നല്ല വില കിട്ടി. ഭൂമി വയൽക്കിളികളായിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ വലിയ രീതിയിൽ ആനുകൂല്യം അവർക്ക് ലഭിക്കുന്നു. പക്ഷെ ആ സമരത്തിന് ഈ പറഞ്ഞ BJP ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല. അല്ലല്ല, അത് എല്ലാ നശീകരണ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ എല്ലാ വർഗീയ ശക്തികളും ഉണ്ടാവും. അത് RSS ഉണ്ടാവും, അതുപോലെ BJP ഉണ്ടാവും, SDPI ഉണ്ടാവും, ജമാഅത്ത് ഇസ്ലാം ഉണ്ടാവും, ലീഗ് ഉണ്ടാവും. ഇവരൊക്കെ ഇതിന്റെ ഒപ്പം ചേർന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ഗവൺമെന്റ് ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഒരു തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവർ നടത്തുന്നു. പ്രതിപക്ഷം ഒരു ഉത്തരവാദിത്ത പ്രതിപക്ഷം എന്നല്ല കേരളത്തിലുള്ളത്. പ്രകൃതിയെ ഗൗരവത്തിലെടുക്കാതെ ഒരു വികസനവും കണ്ടിട്ടില്ല. വികസനം എന്ന് പറയുന്നത് പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാണ്. അല്ലാതെ പ്രകൃതിയെ അത് മുതലാളിത്തത്തിന്റെ നിലപാടാണ്. പ്രകൃതി ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഞങ്ങൾക്കുള്ള പണമാണ് പ്രശ്നം. ആ പണം പ്രശ്നമാകുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് കോൺഗ്രസിന്റെ, BJPയുടെ അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ. ഞങ്ങളെ സംബന്ധിച്ച് അത് ഇപ്പോഴൊന്നുമല്ല, പണ്ട് മുതലേ മാർസിന്റെ എംഗൽസിന്റെയും കാലം മുതലേ അതാണ് സംഭവം. പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ മുതലാളിത്തം വളർന്നു വന്നിട്ടുള്ളത്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് മനുഷ്യൻ. അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഉൾപ്പെടെയുള്ള പ്രകൃതി. ആ മനുഷ്യരുൾപ്പെടെയുള്ള പ്രകൃതിയുടെ പൊതുവായ വളർച്ചയും അതിന്റെ നിലനിൽപ്പും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഏത് വികസന പ്രവർത്തനവും നടത്താൻ പറ്റൂ. അല്ലാണ്ട് പ്രകൃതിയെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനം
മനുഷ്യനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല. ഇനി അടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാലും ഇതേ സമീപനത്തോടുകൂടി തന്നെ മുന്നോട്ട് ഗാഡ്ഗിൽ കമ്മിറ്റിയോടുള്ള സമീപനം എന്താണ്? ഗാഡ്ഗിൽ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം സമീപനം അത് 100% ഒരേപോലെ നടപ്പിലാക്കണമെന്ന് അന്നും പറഞ്ഞിട്ട് ഇതും കണ്ടില്ല. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രശ്നം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകണം തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കണ്ടിട്ടുള്ളതും അങ്ങനെയാണ്. ഒരു ഒന്നാം ഭാഗമായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എല്ലാ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ തന്നെയാണ് പുസ്തകങ്ങളൊക്കെ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അവസാനം എഴുതിയ പുസ്തകം കാട് കയറുന്ന ഇന്ത്യൻ മാവോവാദം എന്നുള്ളതാണ്. അത് മാവോവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. മലയാളം. അത് ഇംഗ്ലീഷിനാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇനി ഭരണവും തമ്മിലുള്ള പ്രശ്നമാണ് ഇതിനടുത്ത് എഴുതാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ കൊണ്ടിരിക്കുന്നത്. അതും ഇതേപോലെ തന്നെ ഇതിന്റെ ഏതൊരു സന്ദർഭത്തിലും പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. ഭരണകൂടവും തമ്മിലുള്ള വ്യത്യാസം. അത് കേരളത്തിൽ തീർച്ചയായിട്ട് എഴുതപ്പെടേണ്ട ഒന്നാണെന്നാണ് എൻ്റെ. അതാ രീതിയിൽ എഴുതുകയും ചെയ്യും. ഏത് തിരക്കിനിടയിലും അത് എഴുതാൻ പറ്റും. കോൺഗ്രസ്, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDP അതൊരു ഭാഗം. വേറൊരു ഭാഗം BJP, RSS ഉൾപ്പെടെയുള്ള വിഭാഗം. ഇവർ രണ്ടും പരസ്പരം ചേരുന്ന എത്രയോ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ചേർന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വർഗീയവാദി, എല്ലാ വർഗീയവാദികളുമായിട്ട് ചേരുക എന്നുള്ളതാണ് UDFന്റെ നിലപാട്. അത് തക്കനുസരിച്ച് എങ്ങനെയൊക്കെ സാധിക്കും അതെല്ലാം നമുക്ക് നോക്കുക. അവരുടെ എല്ലാവരും ഞാൻ നേരെ പറഞ്ഞില്ല, എല്ലാവരുടെയും ശത്രു CPM ആണ്. അപ്പോൾ CPMനെ തറപറ്റിക്കുക, അല്ലെങ്കിൽ CPMനെ പരാജയപ്പെടുത്തുക. അതിന് SDP-ക്ക് താല്പര്യമുണ്ട്, വെൽഫെയർ പാർട്ടിക്ക് താല്പര്യമുണ്ട്, ലീഗിന് താല്പര്യമുണ്ട്, കോൺഗ്രസിന് താല്പര്യമുണ്ട്, BJPക്കുണ്ട്, RSSനുണ്ട്. എല്ലാം ഇല്ല. ഇങ്ങനെയുള്ളൊരു വിഭാഗമാണ് കേരളത്തിലുള്ളത്. അതിനെ ജനങ്ങൾ നല്ലതുപോലെ ജാഗ്രതയോടുകൂടി ശക്തിയായി തന്നെ പ്രതിരോധിക്കുന്നത് തന്നെയാണ് എനിക്ക് പറയാം. ഇതെല്ലാം ഇപ്പം പരിശോധിച്ച് വരുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഉൾപ്പെടെയാണ് ഈ ഇരട്ടക്കൂടുള്ളത്. വലിയ നേതാക്കന്മാരുടെ ഇരട്ടക്കൂട് അതൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെപ്പറ്റി ആരെപ്പറ്റി അങ്ങനെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇരട്ട വോട്ടൊക്കെ എവിടെയെങ്കിലും പരിഹരിക്കുന്നില്ല ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. അത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പ്രക്രിയയാണ്, പ്രോസസ്സാണ്. അതിന് അടുത്ത വർഷം 2000 എന്ന രീതിയിൽ ഇടപെട്ട് ഒന്നും ചെയ്യാനില്ല. അവർ ചെയ്യേണ്ടിയാണ്. അവർ ചെയ്യണമെന്നതിൽ നമുക്ക് യാതൊരു തർക്കമില്ല. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഡാറ്റ രമേശ് ചെന്നിത്തല അപ്ലോഡ് ചെയ്തു എന്ന് പറയുന്ന സൈറ്റ് ഒരു വിദേശ സൈറ്റാണ്. അപ്പൊ കേരളത്തിലെ ആളുകളുടെ ഫോട്ടോ അടക്കമുള്ള വിവരങ്ങൾ വിദേശ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രവണത, അത് ഡാറ്റ കൈമാറുക എന്ന് പറയുന്നതിന്റെ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടുള്ളതാണ്. ഏറ്റവും അപകടകരമായ ഒരവസ്ഥയാണ് ഈ ഡാറ്റ സംഭരിക്കുകയും സാമ്പ്രാജ്യ ശക്തികൾക്ക് വിൽക്കുകയും കാശാക്കുകയും ചെയ്യുക എന്നുള്ളത്. അതാണ് ഇവിടെ നടന്നത്. അത് ശക്തിയായ രീതിയിൽ പ്രതിഷേധം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. വാർത്തകളിലൊക്കെ അത് നടന്നിട്ടുണ്ട്. പക്ഷേ പത്രങ്ങളും മാധ്യമങ്ങളും അതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ളൂ. കാരണം അതൊന്നും അവരുടെ ഈ ദേശീയ അടിസ്ഥാനത്തിലുള്ള ജനങ്ങളുടെ ജീവിതം, അതുപോലെ തന്നെ അവരുടെ നിലനിൽപ്പ്, അതൊന്നും അവർക്ക് പ്രശ്നമില്ല. CPMനെ അടിക്കാൻ എന്താ വഴി അതന്വേഷിച്ച് നടക്കുകയാണ്. അതാണ് ഇവിടുത്തെ BJPയുടെ അവസ്ഥ. BJP പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു CPM ആണ്. ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു CPM ആണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു CPM ആണ്. എല്ലാവരുടെയും ശത്രു CPM ആണ്. അതെന്താ കാരണം? എല്ലാ പിന്തിരിപ്പ നിലപാടുകൾക്കെതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു, വർഗീയതക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് CPMനെ ഒന്നാം നമ്പർ ശത്രുവായിട്ട് കാണുന്നത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനിയും.